അന്തർബൻ ഏതെങ്കിലും ഒരു ആഭ്യന്തര അന്വേഷണ സമിതിയുടെ അന്വേഷണത്തിന്റെ മുകളിൽ ഒരു നീതി നിർവഹണം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കാരണം പെൺകുട്ടി കൃത്യമായി തന്നെ പറയുന്നുണ്ട്, റിനി കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അവർ തന്നെ പേര് വെളിപ്പെടുത്തിയതാണല്ലോ. റിനി കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ പരാതി നൽകിയതാണ്, എൻ്റെ അച്ഛനെ പോലെ കരുതുന്ന, പിതാവിനെ പോലെ കരുതുന്ന വി.ഡി. സതീശനോട് ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ ആളെ അത്രയേറെ വിശ്വാസത്തിലെടുത്തിട്ടാകണം പെൺകുട്ടി ആ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അത് തനിക്ക് അയാളുടെ ഭാഗത്ത് നിന്ന് തൻ്റെ ഭാഗം നോൺ ജഡ്ജ്മെൻ്റലായി കേൾക്കും, ആ കേട്ടിട്ട് തൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അയാൾക്കുണ്ടാക്കാൻ കഴിയുമെന്ന് വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുക. അപ്പോൾ അങ്ങനെ ഒരു പരാതി റിനി വി.ഡി. സതീശനോട് നൽകിയിട്ടുണ്ടെങ്കിൽ വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ആ പരാതി ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പിതാവ് എന്ന നിലയിൽ ഞാൻ ആ പരാതി പരിഹരിച്ചു എന്നാണ്. അത്തരത്തിൽ പരാതി പരിഹരിച്ചെങ്കിൽ പിന്നെ റിനിക്ക് ആ കാര്യം തുറന്നു പറയേണ്ട കാര്യമില്ലല്ലോ നിർബൻ. റിനി പറഞ്ഞത് വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ, അതിലാണ് വാസ്തവമുള്ളതെങ്കിൽ ആ പരാതി വി.ഡി. സതീശൻ്റെ പക്കൽ ലഭിച്ചിട്ടുണ്ട്. വി.ഡി. സതീശൻ ആ പരാതിയിൽ യാതൊരുവിധ കാര്യവും ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനോട് പോലും ആ കാര്യം സംസാരിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുമ്പോൾ ആ പരാതി എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു സമിതിയുടെ മുൻപിലോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിലോ ആ പരാതി എത്തിയിട്ടില്ല. വി.ഡി. സതീശൻ അത് ഉള്ളിൽ ഒതുക്കി എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അതാണോ ചെയ്യേണ്ടത് വി.ഡി. സതീശൻ? പ്രത്യേകിച്ച് അവിടെ ആരോപണം ഉയർന്നിരിക്കുന്നത് UMLA-ക്കെതിരെയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ്. അതുകൊണ്ടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ആളാണ്. ഏതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും ഭാരവാഹിത്വം ഒഴിഞ്ഞതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇല്ലാതാകുന്നില്ല. ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമസഭയിലേക്ക് അയച്ച ജനപ്രതിനിധിയാണ്. അത്തരത്തിലൊരു ജനപ്രതിനിധിയെ നമ്മൾ നിയമസഭയിൽ സഹിക്കേണ്ട കാര്യമുണ്ടോ? പൊതുസമൂഹത്തിൻ്റെ ചോദ്യവും അതുതന്നെയാണ്. വിനിഷ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവസാനം നമ്മൾ സൂചിപ്പിച്ച് നിർത്തിയ കാര്യമാണ്. ഇനി മറുപടി പറയേണ്ടത് വലിയ തരത്തിൽ ആഭ്യന്തരമായി കോൺഗ്രസിനുള്ളിലും, ഒപ്പം തന്നെ ഒരു നിയമസഭാ സാമാജികൻ, ഒപ്പം തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പല സ്ത്രീ വിഷയങ്ങൾക്കും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കും എതിരെയൊക്കെ തന്നെ ശക്തമായ നിലപാട് എടുത്തൊരു നേതാവ് കൂടിയാണ് വി.ഡി. സതീശൻ. അതൊരു പൊയ്മുഖമാണോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ഇത്തരം വിഷയങ്ങളിൽ ഒരു പരാതിയല്ല. 2022 തന്നെ ഷാനിബ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കൈരളിയോട് വെളിപ്പെടുത്തിയ കണ്ടോൺമെൻറ്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ കോൺഗ്രസിൻ്റെ സജീവമായിട്ടുള്ള ഒരു വനിതാ പ്രവർത്തക തനിക്ക് നേരിട്ട ദുരനുഭവത്തെ സംബന്ധിച്ച് രേഖാമൂലം ഷാഫി പറമ്പിലിനെതിരെയും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും പേര് വച്ച് ആ പരാതി സംബന്ധിച്ച് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുന്നു. ആ ആരോപണം ഉന്നയിച്ച ശേഷം ഇതുവരെ കോൺഗ്രസോ UDF-ഓ പ്രത്യേകിച്ച് വി.ഡി. സതീശനോ അതിനുശേഷം മാധ്യമങ്ങളോ ഇക്കാര്യം നിഷേധിച്ചിട്ടില്ല. ഒപ്പം തന്നെ 9ഓളം പരാതികളാണ് AICCയുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. AICCയുടെ മുന്നിലെത്തിയ പരാതിയിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖനായ നേതാവിൻ്റെ മകൾ പരാതി നൽകിയിട്ടുണ്ട്. അത് ഇതുവരെ നിഷേധിക്കാൻ കോൺഗ്രസിൻ്റെ നേതാക്കൾ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ദീപാദാസ് മുൻഷിക്ക് കഴിഞ്ഞ ദിവസം അവർ വളരെ ക്ഷുഭിതയായി കേരളത്തിലെ നേതാക്കളോട് ചോദിച്ചത് ഈ പരാതികളൊക്കെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച റിനിയുടെ പരാതി ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? എത്രയധികം പരാതികൾ ഇയാൾക്കെതിരെ വന്നിട്ടുണ്ട്? എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് KPCC ഈ കാര്യങ്ങളിൽ നടപടിയെടുത്തിട്ടില്ല? അവർ AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്, കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാവാണ്. അവർ വളരെ പ്രകോപിതയായി വളരെ വലിയ തരത്തിൽ ഈ നേതാക്കൾ KPCC പ്രസിഡന്റിനുമായും വി.ഡി. സതീശനോട് സംസാരിക്കുകയായിരുന്നു. മുഴുവൻ കാര്യങ്ങളും അവർ AICC നേതാക്കളുമായി അപ്പോൾ തന്നെ കൺവേ ചെയ്തു. സോണിയാഗാന്ധിക്ക് നേരിട്ട് തന്നെ പല നേതാക്കളും വനിതാ നേതാക്കളും പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം പരാതികൾ ഇതുവരെ എന്തിന് മൂടിവയ്ക്കപ്പെട്ടു എന്ന ചോദ്യം, ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ തെറ്റുകളെ മുഴുവൻ മൂടിവയ്ക്കാനുള്ള ശ്രമം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്തിന് ചെയ്തു എന്ന ചോദ്യമാണ്. അതാണ് കേരളത്തിലെ ആഭ്യന്തര കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി. കാരണം കേരളത്തിലെ ഗ്രൂപ്പ് ബലാബലങ്ങളിൽ ശാക്തിക ചേരിയിൽ വലിയ തരത്തിലുള്ള മാറ്റമുണ്ടായി. അത് രമേശ് ചെന്നിത്തല സ്ഥാനം ഒഴിയുന്ന ഘട്ടം, ആ രമേശ് ചെന്നിത്തലയെ അട്ടിമറിക്കാൻ കൂടെ നിൽക്കുന്ന ഗ്രൂപ്പിൻ്റെ നേതാവ് കൂടിയായിരുന്ന ഉമ്മൻചാണ്ടി വിശ്വസിച്ചിരുന്ന നേതാവായിരുന്നു ഷാഫി പറമ്പിൽ. അങ്ങനെ അട്ടിമറിച്ച് വി.ഡി. സതീശനെ പദവിയിലേക്ക് എത്തിക്കുന്നു. അതുമുതൽ പുതിയൊരു ശാക്തിയ ബലാബലം ഉണ്ടാകുന്നു. ഗ്രൂപ്പിൽ നിന്ന് തന്നെ പലരെയും വിഘടിപ്പിച്ച് ഈ വി.ഡി. സതീശനെ ഒപ്പം എത്തിക്കാനുള്ള ചുമതല ഷാഫി പറമ്പിൽ ഏറ്റെടുക്കുന്നു. അങ്ങനെ ഷാഫി പറമ്പിലും ഒപ്പം തന്നെ വി.ഡി. സതീശനും രാഹുൽ മാങ്കൂട്ടവും ചേരുന്ന ഒരു പൊളിറ്റിക്കൽ പവർ ഗ്രൂപ്പ് രൂപപ്പെടുന്നു. അത് പഴയ തലമുറയിലെ പരിചയസമ്പന്നരായ നേതാക്കളെയെല്ലാം അകറ്റി നിർത്തുകയും അവരുടെ വാക്കുകൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ, നിലമ്പൂരിലാകട്ടെ, സ്ഥാനാർത്ഥി നിർണയത്തിലാകട്ടെ,
ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതിലാകട്ടെ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുന്ന വിഷയമാകട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു പവർ ഗ്രൂപ്പ് സജീവമായി ഉണ്ടായിരുന്നു. അത് മറ്റ് നേതാക്കളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ തരത്തിലുള്ള ധാർഷ്ട്യവും അഹങ്കാരവും പുച്ഛവും ഒക്കെ റീൽസ് മാത്രം വിട്ട് താഴേക്കിടയിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല, ചാനൽ ചർച്ചയിൽ പങ്കെടുത്താൽ മതി, റീൽസുകൾ മതി എന്ന തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ രീതിയിലേക്ക് കേരളത്തിലെ UDFും കോൺഗ്രസ് സംവിധാനവും മാറുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ഈ 3 നേതാക്കളുമാണ്. അവർക്ക് വലിയ തിരിച്ചടി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടലും വഴി നൽകിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിസന്ധി വി ഡി സതീശൻ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരസ്യമായി ഇക്കാര്യങ്ങൾ തള്ളിപ്പറയാനും കൂടുതൽ വിഷയങ്ങളിലേക്ക് ഇത് കൊണ്ടുപോയാൽ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള മറുപടി പറയേണ്ടി വരിക, കൂടുതൽ പ്രതിസന്ധിയിലാകുക സ്വാഭാവികമായും വി ഡി സതീശനായിരിക്കും. അതാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബിനിഷ ഇപ്പോൾ അവർ MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന നിലപാടെടുക്കുന്നു. ഒപ്പം തന്നെ ആഭ്യന്തര അന്വേഷണ സമിതിയെ തീരുമാനിക്കുന്നു. ഇത്തരത്തിൽ ഈ വിഷയത്തെ താൽക്കാലികമായി ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ നേരത്തെ ബിനിഷ മുഖവുരയായി പറഞ്ഞതുപോലെ കൂടുതൽ പരാതികൾ, കൂടുതൽ ലൈംഗിക ആരോപണങ്ങൾ, നേരത്തെ തന്നെ പരാതികൾ സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. വിവിധ മാധ്യമങ്ങളിൽ പല പെൺകുട്ടികളും പ്രതികരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഇനി എത്ര ദൂരം മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയും? പ്രത്യേകിച്ച് പാലക്കാട് പോലെയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിർണായകമായ മത്സരഘട്ടത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് പാലക്കാട് ജനങ്ങൾ നിയമസഭയിലേക്ക് അയച്ച ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ ഒരാളിനെ സെലക്ട് ചെയ്ത് അവിടെ പാലക്കാട് മത്സരിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച 2 നേതാക്കളാണ്. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്നതിൽ തന്നെ നിർണായകമായ പങ്കുവഹിച്ചയാൾ വി ഡി സതീശനാണ്. എന്തുകൊണ്ട് ഷാഫി പറമ്പിലെ പാലക്കാട് നിന്ന് വടകരയിലേക്ക് കൊണ്ടുപോയി? അതൊരു സർജിക്കൽ സ്ട്രൈക്കായിരുന്നു, അത് വി ഡി സതീശൻ്റെ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു എന്ന് വി ഡി സതീശൻ്റെ ആരാധകർ തന്നെ സോഷ്യൽ മീഡിയയിൽ അന്ന് പ്രചരിപ്പിച്ചതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കെല്ലാം മറുപടി, ഇതിൻ്റെയൊക്കെ പ്രതിഫലനം, അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിരിക്കുന്നത് ഇങ്ങനൊരു തിരിച്ചടിയാണ്. അതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം വി ഡി സതീശനിലേക്ക് തന്നെ വന്ന് പതിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിലുള്ളത്. വിനീഷ.